ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി വലിയൊരു കൊമ്പന്റെ അടുത്താ ആനനോട് പറഞ്ഞു, ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്നേ, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണിന്ന് വെള്ളം ഒഴുക. അതിന്റെ കാലിനോട്ട് നേരം വെളുക്കുന്നേരെ കിടന്നു. ഞങ്ങള് ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു. പിന്നെ അവര് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. ഇപ്പൊ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എല്ലാവരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തുന്നതാണ്. ഒരു രാത്രി കൊണ്ട് നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ ഇല്ലാണ്ടാവുക എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് ആലോചിക്കാനും കൂടി പറ്റാത്തൊരവസ്ഥയാണ്. ഓരോ മലയാളി, അത് കേരളത്തിലുള്ളതാണെങ്കിലും പുറത്തുള്ളതാണെങ്കിലും ഈവൻ മലയാളികൾ മാത്രമല്ലാത്ത ബാക്കി ആൾക്കാരൊക്കെ ഇതിനുവേണ്ടി ഒരുപാടധികം ശ്രമിക്കുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു പെട്ടെന്നുള്ള റിക്കവറി അല്ല, ഇത് കുറച്ച് സമയമെടുക്കും. ഇതിന്ന് വയനാടും അതിന്ന് എഫക്റ്റ് ചെയ്ത ആൾക്കാരും പുറത്ത് വരാൻ. പക്ഷെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളാൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്യാം.